കാർ എൻജിൻ ഔട്ട് കംപ്ലീറ്റ്ലി. ഞാനപ്പം മൂന്നാർ പോയിട്ട് ഇന്നലെ നൈറ്റാണ് വീട്ടിലെത്തിയത്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ആ ഒരു കുറച്ചൊരു ട്രാവൽ കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ എടുക്കാമെന്ന്. കാരണം ഞാൻ ആരടുത്ത് പോയി എന്തെങ്കിലും വീഡിയോ സജഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാലും എല്ലാവരും പറയണത് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. ഞാനിപ്പോൾ ഓൾറെഡി ഒരു 2 ഡേ ഇൻ മൈ ലൈഫെങ്കിലും കുറഞ്ഞത് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്നും ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എന്താ രാവിലെ എണീറ്റിരിക്കണം. എനിക്കാണെങ്കിൽ നല്ല തലവേദന എന്ന് വെച്ചാൽ എൻ്റെ കണ്ണ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഉറക്കമൊന്നും ശരിയായിട്ടില്ല. എന്നാലും ഞാൻ എണീറ്റേ, കാരണം ഉറങ്ങി തീർക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നാൽ ഇന്നത്തെ ദിവസം പോക്കാം. അപ്പം ഞാൻ ഇന്ന് എനിക്കിപ്പം കുളിക്കണം, തുണി നനയ്ക്കാനുണ്ട്, കൊണ്ടുപോയ ബാഗിനകത്ത് സാധനങ്ങൾ എടുത്ത് വെളിയിടണം, വണ്ടി കഴുകണം, കുറച്ചധികം പണിയുണ്ട്, അസൈൻമെൻ്റ് എഴുതണം. അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. കാരണം ലാസ്റ്റ് വീക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള, ഇനി ആകെ 1 വീക്കേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് 4 സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇന്നലെ ആ വ്ളോഗ് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ ഇട്ടിരുന്ന അതേ ഡ്രസ്സാണ്. കാരണം വീട്ടിൽ വന്നിട്ട് എനിക്ക് ഒന്നിനും പറ്റിയ മാനസികാവസ്ഥയിലല്ലായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും കിടന്നാൽ മതിയായിരുന്നു. അങ്ങനെ പിന്നെ എനിക്ക് കണ്ണൊക്കെ അങ്ങ് ചുമന്ന് കണ്ണൊക്കെ ഇങ്ങനെ ആവി വറക്കുമായിരുന്നു ഇവിടെ എത്തിയപ്പോൾ. പിന്നെ ഞാൻ വന്നിട്ട് കുറേ നേരം കുറേ മെസ്സേജൊക്കെ ഉണ്ടായിരുന്നു, എന്നെ റിപ്ലൈ കൊടുത്ത്. എനിക്കെന്തോ അവരും എൻ്റെ ലൈഫിലെ പാട്ടാണ്. ഞാനിപ്പോൾ ഒരു ദിവസം 3 പോയെന്ന് പറഞ്ഞാൽ അവരെയൊക്കെ മറക്കാൻ പറ്റും. അതുകൊണ്ട് ഞാനാണെങ്കിൽ ഇവിടെ വന്നിട്ട് പിന്നെ ഞാൻ എത്തിയെന്ന് ചോദിച്ചുകൊണ്ടിരുന്നവരടുത്തല്ല ഞാൻ എത്തി എന്ന് പറഞ്ഞൊക്കെ മെസ്സേജ് അയച്ചു. അല്ലാതെ വിശേഷങ്ങൾ ചോദിച്ചവരുണ്ട്. അയ്യോ, അങ്ങനെ ഇന്നിപ്പോൾ രാവിലെ എണീറ്റിരിക്കണം. ഇനി നമുക്ക് പ്രൊഡക്റ്റീവ് ഡേ ആക്കണം ഇന്ന്. പക്ഷെ നല്ല ചൂടുണ്ട് കേട്ടോ ഇവിടെ. കാരണം 2 ദിവസം അവിടെ നല്ല തണുപ്പിലൊക്കെ നിന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഭയങ്കര ചൂട് പോലെ, എന്ന് വെച്ചാൽ ഓവർ ചൂട് പോലെ. എന്തായാലും ഞാൻ പോയി ഇനി ഈ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടിട്ട് ഒന്ന് ഫ്രഷ് ആവണം. പല്ലൊക്കെ തേച്ച് എന്താ പറയുക, ഫുഡൊക്കെ കഴിക്കണം. കഴിച്ചിട്ട് എൻ്റെ ഫോണിൽ ചാർജില്ല, അതാണ് മെയിൻ കാര്യം. ഫോൺ ചാർജിനിട്ടിട്ട് ഞാൻ ഫോൺ ചാർജ് ആകുമ്പോൾ എന്തായാലും അപ്പോഴത്തേക്ക് ഞാൻ ഫ്രഷായി ഫുഡ് കഴിക്കത്തുള്ളൂ. ഫ്രഷ് ആണെന്ന് വെച്ചാൽ ജസ്റ്റ് ബ്രഷ് ചെയ്യുക, ഒന്ന് ഫേസ് വാഷ് ചെയ്യുക, അത്രയേ ഉള്ളൂ. കുളിയൊക്കെ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വണ്ടിയൊക്കെ കഴുകണം. വണ്ടിയൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കുക, അല്ലേ പിന്നെ മൊത്തം അലമ്പാവും. അതിന് മുന്നേ ഈ ടോപ്പ് ഒന്ന് മാറ്റി ഇടണം. ഇത് ഭയങ്കര ചൂട്. ഇതിൻ്റെ ആണോ ഇത് ചെറുതായിട്ട് ഇവിടെ ഒരു ടൈറ്റ് പോലെ ഇരിക്കും. അപ്പോൾ ഇത് കൈ ഇങ്ങനെ മടക്കുമ്പോഴേക്ക്, അപ്പോൾ ഇതൊന്ന് മാറ്റിയിട്ടിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വരാം. ഫോണിൽ ചാർജില്ല. അപ്പം ഞാനൊന്ന് ചാർജ് കുത്തിയിട്ടിട്ട് 2 ദിവസത്തെ ഇവിടെ വന്നേയില്ല. അപ്പം ഇവിടേക്ക് ഒന്ന് ചുറ്റിക്കണ്ട് വല്ല മാറ്റമൊക്കെ ഉണ്ടാകും നോക്കാം. ഇവിടെ പക്ഷേ ചൂടാണ് എനിക്ക് മനസ്സിലാവാതെ. എനിക്ക് തോന്നുന്നു അവിടെ ആ ഒരു തണുപ്പിൽ നിന്നിട്ട് വന്നുകൊണ്ടായിരിക്കണം. എനിക്ക് ഒട്ടും പറ്റില്ല, ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഫോണിൽ ചാർജ് ഇല്ല, അതാണ് മെയിൻ ഇഷ്യൂ. അല്ലെങ്കിൽ ഞാൻ പിന്നെ എല്ലാം എടുക്കാമായിരുന്നു. ഫോണൊന്ന് ചാർജിനിട്ടിട്ട് അപ്പോഴത്തേക്ക് ഞാൻ പോയി പല്ല് വെച്ച് ഒന്ന് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് അത്യാവശ്യം ഒന്ന് ഫ്രഷായി ഫുഡും കഴിച്ചിട്ട് കാണാം. ഓക്കെ, ഞാൻ കാവടിയും തുള്ളി പോയിട്ട് തലവേദനിക്കുന്നു. ഇതൊക്കെ മൈഗ്രെയിൻ ഉള്ളവർക്ക് റിലേറ്റബിൾ ആയിരിക്കും, ബാക്കിയുള്ളവർ സ്കിപ്പ് അടിച്ച് പോവുക. അയ്യാ, എൻ്റെ ആണെങ്കിൽ അവിടെ പോയി ചുണ്ടെല്ലാം കൂടി പൊട്ടിയിരിക്കുന്നു. ഞാനാണെങ്കിൽ പിടിച്ചിങ്ങനെ വലിക്കുകയും ചെയ്തു. ഇടിയൊട്ടേൻ്റെ തലേ പാമ്പ് കടിച്ചെന്ന് പറയണ പോലെയാണ് എൻ്റെ അവസ്ഥ ഇപ്പം.
കണ്ണൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എനിക്ക് കുറേ പേര് മൈഗ്രെയിൻ്റെ ടിപ്സൊക്കെ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഷെയർ ചെയ്ത് വരും, റീൽ, അതൊക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ, നിങ്ങളൊക്കെ പ്യുവർ ജെമ്മാണ്, പ്യുവർ ജെം. നിങ്ങളൊന്നും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ല, നിങ്ങളൊക്കെ എൻ്റെ ഫാമിലിയാണ്, ഫാമിലി. താങ്ക്ഫുൾ. എന്തെങ്കിലും ഒരു ഡിസ്ട്രാക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഓണാക്കിയത്. ചിലപ്പോൾ ഞാൻ നോക്കിയായാലോ എന്ന് ഓർത്തു. ഇന്നത്തെ അപ്പം എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള പണിയൊക്കെ നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല. ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ടും ചെയ്തിട്ട് ഇതാണ് എൻ്റെ അവസ്ഥ. അയ്യോ, എൻ്റെ കണ്ണിങ്ങനെ നോക്കിയാണ് പഫി ആയിട്ടിരിക്കണം. ഇവിടെ ഇന്ന് ഞാൻ പോയി ഓരോ പാത്രങ്ങളൊക്കെ അടപ്പ് നോക്കിയപ്പോൾ നല്ല ഉരുളക്കിഴങ്ങ് മെഴുക്ക് മരട്ടിയും മീൻ കറിയും പിന്നെ മറ്റേ വെള്ളരിക്ക കറിയൊക്കെ, ഇതിൻ്റെയൊക്കെ മണം അടിച്ചപ്പം അയ്യോ ഒരു വല്ലാത്ത ഫീൽ. കാരണം അവിടുത്തെ ഫുഡ് ഒരു തമിഴ് ടച്ച് ഉള്ളൊരു ഫുഡാണ്. അപ്പോൾ ഇത് ഇന്ന് അതിൻ്റെ സ്മെല്ലൊക്കെ അടിച്ചപ്പോൾ ഇങ്ങനെ മസാലയുടെയൊക്കെ സ്മെല്ലടിച്ചപ്പോൾ ഇങ്ങനെ ഞാൻ ഫുഡ് പക്ഷെ കഴിച്ചില്ല കേട്ടോ. ഞാനിങ്ങനെ എന്നാൽ പിന്നെ ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഞാനത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ തലവേദനയൊന്ന് മാറ്റി ഫുഡും കഴിച്ചിട്ട് വരാം. അങ്ങനെ ഒരുവിധം തലവേദന പോയി. പക്ഷെ കണ്ണ് ഭയങ്കര വേദന. മീൻസ് നമുക്ക് ഈ പനിയൊക്കെ വരുമ്പോൾ കണ്ണിന്ന് ഇങ്ങനെ ഒരു ആവി പോണ ഫീൽ വരത്തില്ല, അത് കണക്കിങ്ങനെ ഒരു ആവി പറക്കണ ഒരു ഫീൽ. കണ്ണിന്ന് ഇങ്ങനെ വെള്ളവും വന്നുകൊണ്ടിരിക്കുന്നു. എന്ത് പറ്റിയാണെന്ന് എനിക്ക് ഒരു ഐഡിയയും കിട്ടില്ല കേട്ടോ. പക്ഷെ ഞാൻ ഉറക്കം എണീറ്റ് ആ ടൈമിലൊന്നും കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്കിങ്ങനെ കണ്ണ് ഒരുമാതിരി നീറി ഭയങ്കരമായിട്ട്. അയ്യോ എൻ്റെ ചെമ്പ്, ഞാൻ ഇത്രയും കോഫി കുടിക്കും കേട്ടോ. എനിക്ക് തലവേദന വന്നു കഴിഞ്ഞാൽ കോഫി കുടിച്ചാൽ മാറും. അതുകൊണ്ട് ഞാൻ ഇത്രയും വലിയ ഗ്ലാസ്സിൽ ചായ കുടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്കൊക്കെ ചായ കുടിക്കാമെങ്കിൽ എനിക്ക് കോഫിയും കുടിക്കാം ഈ കപ്പിൽ. ഞാൻ ഉണ്ടാക്കിയ കോഫി ആയതുകൊണ്ട് പറയല. പക്ഷേ അമ്മീ ഈ സാധനം ഞാൻ പോയപ്പോൾ കൊണ്ടുപോകാൻ മറന്നുപോയി. എൻ്റെ ജെല്ല്, ഇൻസ്റ്റൻറ്റ് പെയിൻ റിലീഫർ. കഥ തുറന്നിട്ട് അപ്പം തള്ളിക്കൊണ്ട് കയറി വരും. ഇവിടെ എന്തിനു കീര വെത്താ? ഞാൻ കൈൻഡാണ്, എല്ലാവരോടും ഞാൻ കൈൻഡാണ്. ഹലോ ഗായ്സ്, മുരടനാ മുരടൻ. ഞാൻ പോയി കുറച്ച് പാത്രം കഴുകാനുണ്ട്, അത് കഴുകി വെച്ചിട്ട് വരാം. ഞാനപ്പം മോർണിംഗ് റുട്ടീനൊക്കെ കഴിഞ്ഞു. എൻ്റെ ഒരു ഭാഗ്യം വെച്ചിപ്പം ഞങ്ങളുടെ മാമൻ TV ഇടും. ഇപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതാണ് നടക്കാൻ പോകുന്നത്. അപ്പം ഞാൻ മാമൻ TV ഓഫ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ വരാം. മാമനാണെങ്കിലേ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വന്നേ ജോലി സ്ഥലത്ത് നിന്നേ. എനിക്ക് തോന്നുന്നു ഇവിടത്തേക്ക് ലൈറ്റിങ് ആയിട്ട് അടിച്ചിട്ടാന്ന് തോന്നി, എന്തോ പോലെ ഇരിക്കും. ഈ ജനലടച്ചാൽ മേ ബി ശരിയാവും, പക്ഷെ എനിക്ക് ജനലടയ്ക്കാൻ വയ്യ. അപ്പം നമുക്ക് ഞാൻ കൊണ്ടുപോയ ബാഗിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് കാണാം. ഫസ്റ്റ് ചെറുതെടുക്കാം. ഇത് ഞാൻ ഇങ്ങനെ അലമ്പായിട്ടിരിക്കുന്നത് ഇന്നലെ രാത്രി വന്നിട്ട് ഇന്നിപ്പോൾ രാവിലെ ബ്രഷും ഫേസ് വാഷും തപ്പിയതാണ് ഈ കാണുന്നത്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ടെടുത്ത് പുറത്ത് വയ്ക്കാം. ഫസ്റ്റ് എൻ്റെ കോമ്പാണ്. ഇതൊരു 15 വർഷം പഴക്കമുള്ള ഒരു കോമ്പാണ് കേട്ടോ. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നെയാണ്. അവൾ ഇത് ഓർക്കുന്നുണ്ടോ, അവൾ ഈ വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഓർമ്മയുണ്ടെങ്കിൽ നീ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് അവൾ എനിക്ക്
തന്നെയാണ്. എനിക്ക് ലോങ് ഹെയർ ആയിരുന്നപ്പോൾ അവൾ എനിക്ക് തന്നെയാണ്. നൻപണ്ടാ. പിന്നെ ഇതെൻ്റെ സൺസ്ക്രീൻ ബോഡി ലോഷൻ. ഇതിന് മുന്നേ ഞാൻ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറേ കോഴിയുണ്ട്, തല നിറച്ച കോഴി. അത് കടന്ന് വിളിച്ചോണ്ടിരിക്കും, ക്ഷമിക്കുക. നെക്സ്റ്റ് ഇത് തുറന്നു കിടക്കുന്നു. ഇതെൻ്റെ ലിപ്സ്റ്റിക്, കണ്ണുമഷി, അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ. അതായത് എൻ്റെ മേക്കപ്പ് പൗച്ച്. പിന്നെ വെറ്റ് വൈപ്പ്. ഇതിനകത്തിനി ഒന്നുമില്ല, തീർന്നു. പിന്നെ ഇതൊരു കോമഡി സാധനമാണ്. ഞാൻ മൂന്നാർ കൊണ്ടുപോയതാണ്. നെയിൽ പോളിഷ് റിമൂവർ, നെയിൽ പോളിഷ്. ഞാൻ ഓർത്ത് എപ്പോഴെങ്കിലും ബോറടിച്ചിരിക്കുമ്പോൾ എൻ്റെ കാലിൽ കുറേ ദിവസം കൊണ്ട് ഞാൻ ഇട്ടത്, അതൊന്ന് റിമൂവ് ചെയ്തിട്ട് വേറെ ഇടണമെന്ന് ഞാൻ കുറേ ആയിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷെ ഇതുവരെ നടന്നില്ല. അപ്പം ഇത് കൊണ്ടുപോയതുപോലെ തിരിച്ചു കൊണ്ടുവന്നു. ആലപ്പുഴ അമ്മുക്കുട്ടി റബ്ബ് പൂത്തത്. തീർന്നോ? ഇത് പിന്നെ അവിടുത്തെ ബസ് ടിക്കറ്റാ. കൊള്ളാല്ലേ? നമ്മുടെ അവിടെയൊക്കെ ഇങ്ങനെയല്ല. നമ്മുടെ അവിടെയൊക്കെ മറ്റേ ഡിജിറ്റൽ, അതായത് മറ്റേ മെഷീനിൽ നിന്ന് ഇങ്ങനെ കീർത്തരുന്നതല്ലേ, അവിടെയൊക്കെ ഇങ്ങനെ. ഇതും അവിടുത്തെ ടിക്കറ്റാ. ഇത് ഞാനിങ്ങനെ ജേണൽ ഈയിടെയായിട്ട് ചെയ്യുന്നുണ്ട്. അതായത് ജേണൽസ് എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ എവിടെയെങ്കിലും ഇപ്പോൾ വിസിറ്റ് ചെയ്തിട്ട് വരുമ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ഞാൻ കളക്ട് ചെയ്ത് കൊണ്ടുവരും. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കും. അപ്പം ഇനി വർഷങ്ങൾ കഴിഞ്ഞെടുത്ത് നോക്കുമ്പോഴേക്കും അന്ന് പോയപ്പോൾ ഉള്ള ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. അപ്പം എനിക്ക് ഇങ്ങനത്തെ ഒരു സൂക്കേടുണ്ട്, എവിടെയെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും പെറുക്കി എടുത്തുകൊണ്ട് വരണത്. എല്ലാം ഒരു മെമ്മറീസിൻ്റെ പുറത്താണ് നമ്മൾ ലൈഫ് പോണത്. എൻ്റെ ഇവിടെ എന്തുവാ ഇത്? കുരുവോ? അയ്യോ, സത്യം പറഞ്ഞാൽ എൻ്റെ മൈൻഡ് ഔട്ടായി കേട്ടോ പെട്ടെന്ന്. അതെനിക്ക് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. അതാണ് എൻ്റെ മൈൻഡ് ഔട്ടായത്. അതായത് ഫോൺ അങ്ങ് ദൂരെ ഇരിക്കുന്നത്, ഞാൻ ഇവിടെ ഇരിക്കുന്നത്. കേൾക്കുന്ന അത്രയും കേൾക്കാം. ബാക്കി ഞാനൊരു വോയിസ് കുറച്ച് ബൂസ്റ്റ് ചെയ്തിടാം. തീർന്ന് ഇതിനകത്തൊന്നും ഇല്ല. ഇനി ഇതും കൊണ്ടാണോ ഞാൻ നടന്നത്? എൻ്റെ ജ്വല്ലറിയൊക്കെ, വാച്ച്, പിന്നെ ഒരു ബാങ്കിള്, ഒരു ബ്രേസ്ലെറ്റ്. ഇതെനിക്ക് ഇങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും ഐഡിയാസൊക്കെ വരുമ്പോൾ എഴുതി വെക്കാനാണ്. ഞാൻ എപ്പോഴും ഒരു നോട്ട് പാഡ് കയ്യിൽ കൊണ്ട് നടക്കും. നോട്ട് പാഡ് മാത്രം പോരല്ലോ, പേനയും വേണമല്ലോ. സോ അതുകൊണ്ടൊരു പേനയും നോട്ട് പാഡ് ഇത് എൻ്റെ കയ്യിൽ എപ്പോഴും കാണും. അതിപ്പോൾ ഞാൻ എൻ്റെ വണ്ടിക്കകത്തും ഉണ്ട് ഒരു നോട്ട് പാഡും പേനയും. എന്ത് ചെയ്യാനാ? എനിക്ക് നടുവേ എനിക്കിന്ന് ഇങ്ങനെ ഇരുന്നിട്ട്. ഇത് ഒരു 1.5 ടിക്കറ്റ് ആയിരുന്നു കേട്ടോ. 440 രൂപയാണ്. ഇന്നലെ ഞാൻ കോതമംഗലത്ത് നിന്ന് തിരുവനന്തപുരം വരെ AC ബസ്സിൽ വന്നേ. പക്ഷേ വലിയ കുഴപ്പമില്ലാണ്ട് വരാൻ പറ്റും, അതുകൊണ്ട് കുഴപ്പമില്ല. പൈസ പോയെങ്കിലും. പിന്നെ ഒരു റിങ്, പിന്നെ ഒരു റിങ് ഉണ്ട്, പിന്നെ ഒരു 1 രൂപയുണ്ട്. ഇതൊക്കെ ആക്ച്വലി ഞാൻ രാവിലെ ഇട്ടെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഊരി വെച്ചേ, എനിക്ക് ഡിസ്റ്റർബൻസ് വന്നപ്പോഴത്തേക്കും. പിന്നെ 2 ടിക് ടാക് സ്ലൈഡ് എന്നിട്ടിങ്ങനെ തലയിൽ വെക്കുന്നത്. ഇതോടുകൂടി നമ്മുടെ ഒരു ബാഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനകത്തിനി ഒന്നുമില്ല. ഈ ബാഗ് കഴുകണം. കാരണം എന്ന് വെച്ചാൽ ഇതാണ്ട് കുറേ ഇതൊക്കെയായി. അവിടുത്തെ ജീപ്പിൽ മൊത്തം പൊടിയാണ്. അവിടുത്തെ വണ്ടി എന്ന് പറയുമ്പോൾ ജീപ്പ് ഈ ഓഫ് റോഡ് പോകുമ്പോൾ അവിടുത്തെ മണ്ണിങ്ങനെ പറന്നിട്ട് വണ്ടിയിൽ മൊത്തം പൊടിയായിരിക്കും, സീറ്റിലൊക്കെ. ആ സീറ്റിൻ്റെ പുറത്ത് വെച്ചേ. പിന്നെ ഇതിൻ്റെ 2 പല്ല് പൊട്ടിപ്പോയി. ഞാനിതിങ്ങനെ ബാഗിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ടിരുന്നേ. പക്ഷേ ഇത് എന്തോ പറ്റി 2 ക്ലിപ്പ് പൊട്ടിപ്പോയി. അപ്പോൾ ഒരു ആശ്വാസം. ഇത് യൂസ് ചെയ്യേണ്ടേ വന്നില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും ആവശ്യം വന്നാൽ പെട്ടെന്ന് മുടിയെടുത്ത് കെട്ടി വയ്ക്കാമല്ലോ എന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ്. പക്ഷേ ഇതിൻ്റെ ആവശ്യം വന്നതേ ഇല്ല. അപ്പം എൻ്റെ ഈ ഒരു ബാഗ് കഴിഞ്ഞു. ഇനി ഒരു പ്രസവിക്കാറായ ബാഗാണ്. ഇതിനകത്ത് ഇനി എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. എൻ്റെ അമ്മ എന്തൊരു വെയിറ്റ്. ഇത് ഞാൻ തോളി ഇട്ടുകൊണ്ട് നടന്നേ. ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് കാർ തന്നെ തുറക്കാം. ഇത് പച്ചവെള്ളം കേട്ടോ. ഇങ്ങനത്തെ കുപ്പിയെ വരുന്ന ബോട്ടിലിൽ വരുന്ന വെള്ളമൊന്നും അങ്ങനെ ഞാൻ കുടിക്കാറില്ല. ഇത് ഞാൻ പിന്നെ അവിടുത്തെ ബസ് സ്റ്റാൻഡിൽ നിന്ന് മറ്റേ അല്ലാത്ത വെള്ളം നിറച്ചെടുത്തേ വെള്ളമാണ്. ഇത് ഞാൻ കുടിച്ചില്ല. കാരണം ബസ്സിലിരുന്നുള്ള വെള്ളമൊക്കെ കുടിച്ച് മൂത്രം ഒഴിക്കാനെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ പോകാൻ പറ്റത്തില്ലല്ലോ. അവിടുത്തെ ഇത്ര ദൂരം ഇല്ലേ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ തുറക്കും, ഒന്ന് നാക്ക് നനയ്ക്കും, അടച്ചു വയ്ക്കും.
അയ്യോ. പിന്നെ ഇതെന്റെ കുറെ ടിഷ്യൂ പേപ്പറാണ് കേട്ടോ. ഇത് സംഭവം ഞാനാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ബോക്സിൽ വെച്ചിട്ടാ ഞാൻ ഇങ്ങനെ ആവശ്യം വരുമ്പോൾ ഒന്ന് എടുത്തെടുത്താ യൂസ് ചെയ്യുന്നത്. പക്ഷെ ബോക്സ് ഇതിനകത്ത് കൊള്ളാത്തോണ്ട് ഞാൻ ഇത് ഇത്രയും ഒരു 10 എങ്ങാണ്ടോ എണ്ണി എടുത്തോണ്ട് പോയതാ. പക്ഷെ അതിലെനിക്ക് തോന്നുന്നു ഒരു 2-3 എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നുള്ളൂ. ബാക്കി ഇതാ അതുപോലെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നു. അയ്യോ, ഇത് അവിടെ നിന്ന് കിട്ടിയ ഒരു ഫ്ലവറാണ്. ഞാൻ കുറേ എടുത്തിട്ട് വന്നു, പക്ഷെ കുറച്ചൊക്കെ വാടിപ്പോയി കേട്ടോ. ഇതിൻ്റെ ഇതള് വരുന്ന ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കുന്നു. ഇതിങ്ങനെ പ്ലാസ്റ്റിക് പോലെ ആയിരിക്കുന്നത്. വലിയ എന്ന് വെച്ചാൽ മറ്റേ നമ്മുടെ പൂവിൻ്റെ ഇതളാണ് ഇങ്ങനെ പിച്ചുമ്പോൾ ഇങ്ങനെ ആയി പോകത്തില്ലേ. ഇത് അങ്ങനെയല്ല, കുറച്ച് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ഒരു ഫീലാണ്. ഞാൻ പിന്നെ ഇതും ജേണലിൽ ഒട്ടിക്കാമെന്നും പറഞ്ഞ് എടുത്തോണ്ട് വന്നേ. പിന്നെ ഇത് വേണമെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഇങ്ങനെ തൽക്കാലം ഒന്ന് വെള്ളത്തിൽ മുക്കി വെക്കാം. ഓ വാവ്, കൊള്ളാം, നന്നായിട്ടുണ്ട്. ഓക്കെ, കുളിക്കാത്ത എൻ്റെ സോപ്പ് പൊട്ടിയാണ്. ഇതിനകത്തൊരു ദാരിദ്ര്യം പിടിച്ച സോപ്പും ഉണ്ട്. സോപ്പ് മേടിക്കണം ഇനി. ഇല്ല മേടിച്ചത് ഇരിപ്പുണ്ട്. ഇതൊക്കെ കുറച്ച് ഓയിൽമെൻറ്റ്സ് ആട്ടോ. അതൊക്കെ ഡെർമറ്റോളജി തന്ന ഓരോരോ ഓയിൽമെൻറ്റ്സ്. പക്ഷെ ഇതൊന്നും ഞാൻ ഉപയോഗിച്ചില്ല അവിടെ പോയിട്ട്. കാരണം അതിനൊന്നും എനിക്കങ്ങ് സമയമില്ലായിരുന്നു. ഞാനങ്ങ് മതിമറന്ന് നടക്കുമായിരുന്നു. ഓക്കെ, ഇതിനകത്ത് മൊത്തം ഇനി പൂവിൻ്റെ ഇതൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അയ്യോ, ഇത് നോക്കിയേ. അപ്പം ബെഡ് തട്ടിക്കൊടയണം. ഇത് കഴിഞ്ഞിട്ട് അടുത്ത പണി ബെഡ് തട്ടിക്കൊടയിലാണ്. ഇതിൽ മൊത്തം പൂവായിട്ട്. ഇനി നമുക്ക് നടുക്കത്തെ അറ തുറക്കാം. ഇതിനകത്ത് ഞാൻ അവിടെ പോയിട്ട് യൂസ് ചെയ്ത ഡ്രസ്സൊക്കെ. ഇത് ഞാൻ സൺറൈസ് കാണാൻ പോയപ്പോൾ ഇട്ടുകൊണ്ട് പോയതാ. ഇനി ഈ ഒരു അറ, ഇതിനകത്ത് ഞാൻ ഇടാത്ത ഡ്രസ്സാണ്. ഇത് ചുമ്മാ എടുത്തോണ്ട് പോയതാ ഓരോന്ന്. ഓക്കെ, കഴിഞ്ഞു. ഇനി ഈ ഒരു ചെറിയ അറയും കൂടിയുണ്ട്. ഓ, എൻ്റെ വാലറ്റ്. ഓ, അതിനകത്തും ടിഷ്യൂ. എന്നെ ടിഷ്യൂലാണ് ഉണ്ടാക്കിയിട്ടേന്ന്. എൻ്റെ അടുത്ത് മുന്നേ ആരോ പറഞ്ഞിട്ടുണ്ട് ഞാൻ എപ്പോഴും ഈ ടിഷ്യൂ കൊണ്ട് കിടക്കുന്നു. അതൊക്കെ ഒരു രസമല്ലേ. കുറച്ച് ചില്ലറ പൈസയൊക്കെ കിടക്കും. ചില്ലറക്കാരിയാ ഞാൻ. ഈ ആലപ്പുഴ അമ്മുക്കുട്ടി, ഈ പാട്ട് അവിടെ നിന്ന് കിട്ടിയത്. ഓ, വീണ്ടും ഒരു ഫ്ലവർ ഉണ്ട് കേട്ടോ. പുഷ്പ എന്ന് പറഞ്ഞ ഫ്ലവർ അല്ലടാ, ഫയർ. അതും നമുക്കിതിനകത്തിട്ട് വയ്ക്കും. ഓ, സോ പ്രറ്റി, സോ പ്രറ്റി, സോ പ്രറ്റി. എനിക്കിങ്ങനെ എന്തിനെങ്കിലുമൊക്കെ അഡ്മയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ ഞാൻ കണ്ണാടി നോക്കി ഞാൻ എന്നെ തന്നെ അഡ്മയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്ര സാധനങ്ങളും കൊണ്ടാണ് ഞാൻ പോയിട്ട് വന്നത്. വേറൊന്നും ഞാൻ കൊണ്ടൊന്നും വന്നില്ല കേട്ടോ. ഒന്നും അവിടെ നിന്ന് മേടിക്കാനും നിന്നില്ല. കാരണം അതിനൊന്നും പറ്റിയ ഒരു സാഹചര്യം കിട്ടിയില്ല. പിന്നെ ഇനി ഇതൊക്കെ എടുത്ത് ഇവിടെ ഇങ്ങനെ നിരത്തിയിട്ടേക്കുവാണല്ലോ. ഇനി ഇതൊക്കെ എടുത്തുകൊണ്ട് ഇതിൻ്റെയൊക്കെ അതാത് സ്ഥാനത്ത് കൊണ്ട് വെക്കണം. അതാണ് നെക്സ്റ്റ് പരിപാടി. അങ്ങനെ ഞാൻ അലക്കാനുള്ള ഇത്രയും തുണിയുണ്ട്. ഇന്നിനി അലക്കണോ നാളെ അലക്കണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ലെങ്കിൽ ഇന്നിപ്പോൾ വെള്ളത്തിൽ വെച്ചിട്ട് വൈകിട്ട് വെയിൽ താന്നിട്ട് അലക്കിയിടാമെന്ന് വിചാരിക്കുന്നു. കാരണം ഭയങ്കര ചൂട്, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുള്ള ഭയങ്കര ഒരു എന്തോ പോലെ. ഞാനാണെങ്കിൽ ഇപ്പത്തെ ഞാനാണെങ്കിൽ ഇപ്പം തന്നെ തുണിയൊക്കെ അലക്കാന്നാണ് വിചാരിച്ചത്. തുണി അലക്കിയിട്ട് വണ്ടിയും കഴുകി വെച്ചിട്ട് പോയി കുളിക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ ഈ വെയിൽ കണ്ടിട്ട് എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ തോന്നണില്ല. പക്ഷേ എന്തായാലും നമുക്ക് രണ്ടും കൽപ്പിച്ച് തുണി നനയ്ക്കാം. അല്ലാതെ ഇനി വെറുതെ നാളെയാണെങ്കിലും ഞാൻ തന്നെ നനയ്ക്കണമല്ലോ. അപ്പം ഇന്നങ്ങ് നനയ്ക്കാം. അയ്യോ, എനിക്ക് ആരുമില്ലായേ. അയ്യോ, ഞാനപ്പോൾ പോയിട്ട് തുണിയൊക്കെ വെള്ളത്തിൽ മുക്കി വയ്ക്കാം. വച്ചിട്ട് നേരെ പോയി വണ്ടി കഴുകുക. ഇതൊക്കെ ഞങ്ങളുടെ പണിയായുധങ്ങളാ ആശാനേ.
അപ്പം ഞാൻ തുണിയൊക്കെ വെള്ളത്തിൽ മുക്കി വെച്ച് ഇനി വണ്ടി എടുത്തുകൊണ്ട് അവിടെ വെക്കണം. എന്നിട്ട് എന്തുവാ വണ്ടി കഴുകണം. വലിയ കാര്യത്തിൽ വണ്ടി കൊണ്ട് ഇവിടെ വെച്ചു, പക്ഷെ ഭയങ്കര വെയിൽ ഇവിടെ. ഇനി ഇത് സെൻട്രൽ സ്റ്റാൻഡ് ഇടണം. അതിന് എനിക്ക് ഒറ്റയ്ക്ക് പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ആരെങ്കിലും ഹെൽപ്പിന് വിളിക്കേണ്ടി വരും. എന്നാലും ഞാൻ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു, സെൻട്രൽ സ്റ്റാൻഡ് ഇടാൻ പറ്റുമോ എന്ന്. കാരണം നമ്മൾ എല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്താലേ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന്. സോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഞാനും വണ്ടിയും തലയുത്തര തറയിൽ കിടക്കുന്നത് കാണാം, അല്ലെങ്കിൽ ഞാൻ സെൻട്രൽ സ്റ്റാൻഡ് ഇടുന്നത് കാണാം. ഓക്കെ, ഇത് എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ട് അല്ലെ കൊണ്ട് കളയും. നിന്നിട്ട് മൊത്തം താക്കോലാണോ ഇല്ലെന്നും പറഞ്ഞ് നടക്കേണ്ടി വരും. ഞാൻ എൻ്റെ തോൽവി ഹൃദയതയോടെ ഞാൻ അറിയിച്ചിരിക്കുകയാണ്. വണ്ടി എനിക്ക് നിവർത്തി പിടിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ എങ്ങനെ സെൻട്രൽ സ്റ്റാൻഡ് ഇടാനാണ്? ഞാൻ പോയി ആരെങ്കിലും വിളിച്ചിട്ട് വരാം. തല ഇറങ്ങുന്നു. എനിക്കങ്ങ് എന്തോ പോലെ വരുന്നു, തല ഇറങ്ങുന്ന പോലെയൊക്കെ. ഞാൻ എന്തായാലും പോയി ഓസൊക്കെ എടുത്തിട്ട് വരാം. ഇന്നെന്തായാലും കഴുകിയേ പറ്റത്തുള്ളൂ. എനിക്ക് ഈ ഓസ് ഫിറ്റ് ചെയ്യാൻ അറിയത്തില്ല. ഞാൻ ഇവിടെ നിന്ന് കൊടുത്തിട്ട് അവിടെ പോയി അടിക്കുമ്പോഴത്തേക്ക് ഇത് ഇളകി വീഴുകയാണ്. അതുകൊണ്ട് നമുക്കിനി ബക്കറ്റ് എടുത്തുകൊണ്ട് വെച്ച് കഴുകാം. അല്ലാതെ വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല. എനിക്ക് വയ്യ. അയ്യോ, എനിക്കാണെങ്കിൽ സെൻട്രൽ സ്റ്റാൻഡിൽ നിന്ന് വണ്ടി എടുക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്തു, പക്ഷെ പറ്റിയില്ല. അപ്പൂപ്പനെ പോയി നോക്കിയപ്പോൾ ഉറങ്ങണം. അപ്പം ഞാൻ എന്തായാലും എങ്ങനെയും പറ്റുമോ എന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഞാനങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുകയാണ്. പക്ഷെ കാലിലൊരു ഇടി കിട്ടിയത് നല്ല വേദനിക്കണം കേട്ടോ. ആ സെൻട്രൽ സ്റ്റാൻഡ്, ഓ മൈ,
ഓ മൈ ഗോഡ്, ഇവിടെ ഒരു ഉണ്ട പോലെ ഇരിക്കണ്. ചെറിയൊരു ഇടി കിട്ടിയതേ ഉള്ളൂ, അതിനിങ്ങനെ വരുമോ? തിരുമ്മി വിടാം. വാനിലച്ചെടിയെ. അയ്യോ, ഇനി കുറച്ചു നേരം ഞാൻ റെസ്റ്റ് എടുത്തിട്ടേ പോയി തുണി അനക്കണുള്ളൂ. കാരണം എനിക്ക് നന്നായിട്ട് തല കറങ്ങുന്ന പോലെയൊക്കെ. ഞാൻ എന്തിനാണ് ഇതി വെച്ച് സംസാരിക്കാൻ? കൈ എടുത്താൽ പോരെ. ഒരു മിനിറ്റ്. ഞാൻ വണ്ടി കഴുകണതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എൻ്റെ അമ്മയാണ്. അമ്മയ്ക്ക് ഇങ്ങനെ വണ്ടി വൃത്തിയായിട്ടിരിക്കണം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വണ്ടി കഴുകുന്ന ദിവസമൊക്കെ വന്ന് നോക്കിയിട്ട് വണ്ടിയൊക്കെ കഴിയില്ല എന്നൊക്കെ ചോദിക്കും. ഞാൻ കുറച്ച് നേരം പോയി റെസ്റ്റ് എടുത്തിട്ട് തുണി അലക്കിയിട്ട് കുളിക്കാം. അല്ലാതെ എനിക്കിനി ഇപ്പോൾ ഉടനെ പോയി തുണി അലക്കാം, മിക്കവാറും ഞാൻ തല ഇറങ്ങി എവിടെയെങ്കിലും കിടക്കും. വെയിലും കൂടെ കൊണ്ട സ്ഥിതിക്ക് നല്ല സുഖമായിരിക്കും. അപ്പോൾ എനിവേസ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഞാനാണെങ്കിൽ എനിക്ക് ഏതെങ്കിലും കുളത്തില അല്ലെങ്കിൽ വല്ല പുഴയിലൊക്കെ പോയി ചാടിയാൽ കൊള്ളാമെന്ന് തോന്നണം, അത്രയ്ക്ക് ചൂട്. ഞാൻ അതുകൊണ്ട് തലവഴി വെള്ളമൊക്കെ കോരി ഒഴിച്ചു. എൻ്റെ കൈയൊക്കെ വിറയ്ക്കണം. എനിക്കിങ്ങനെ വരാറുണ്ട്. കഴിഞ്ഞ വട്ടം വണ്ടി കഴിയപ്പോഴും ഇത് തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ. ഞാനപ്പോൾ കുറച്ച് നേരം പോയി റെസ്റ്റ് എടുത്തിട്ട് തുണി അലക്കാം. അല്ലാതെ ഇപ്പം ഉടനെ തുണിയും കൂടെ അലക്കി കുനിഞ്ഞ് നൂരുമ്പോഴത്തേക്കും ഒരു തീരുമാനമാവും ഇന്നത്തെ കാര്യത്തിന്. അതല്ലെങ്കിൽ ഇപ്പം അങ്ങ് തുണി നനയ്ക്കായിരുന്നല്ലേ. എന്തിനാണ് വെറുതെ ക്ഷീണം വിചാരിക്കുന്നത്? എന്നാൽ പിന്നെ തുണി നനച്ചിടാം. റെസ്റ്റോ? ആർക്ക് റെസ്റ്റ് വേണം? ഞാൻ പോയി തുണി അലക്കട്ടെ. എന്നാൽ ശരി. അയ്യോ, ഞാൻ അങ്ങനെ തുണി അലക്കി കഴിഞ്ഞ് ഇനി മുകളിൽ കൊണ്ട് വിരിച്ചിട്ടിട്ട് വരാം. അയ്യോ, 2 വാടക്കീറ് വെള്ള തുണി എടുക്കുക എന്നെ പുതയ്ക്കാൻ. അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആലോചിക്കണമായിരിക്കും, ഒരു വണ്ടി കഴിയാനും കുറച്ച് തുണി കഴിയാനും ഞാൻ എന്തിനാണ് ടയേർഡാണെന്ന്. ഒരു 2020 മുതൽ എനിക്ക് BP ലോ ആണ്. എപ്പോഴും എൻ്റെ BP ലോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ്. അല്ലാതെ എനിക്ക് ഈ ചെറിയ പ്രായത്തിൽ ഞാൻ ഇത്രയും ടയേർഡാവേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ എന്തായാലും ഞാൻ വണ്ടി കഴിഞ്ഞിട്ടൊന്ന് ഞാൻ ഇച്ചിരി നേരം ഒന്ന് ഇരുന്ന് റിലാക്സ് ചെയ്തിട്ട് പോയി തുണി അലക്കാന്നാണ് വിചാരിച്ചത്. പക്ഷേ ഭാഗ്യത്തിന് എന്തോ ഒരു എനർജി അപ്പം അങ്ങ് കയറി പോയി അലക്കിയിട്ട്. അതുകൊണ്ട് ആ ജോലിയും കഴിഞ്ഞ് ഇനി ഒന്ന് ഫേസ് പാക്കൊക്കെ ഇട്ട് കുളിക്കണം. കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി ഒരു പണിയുമില്ല. ഇല്ല, അസൈൻമെൻറ്റ് എഴുതണം. 2 ദിവസം മൂന്നാറുമായപ്പോൾ അസൈൻമെൻറ്റും ഇല്ലായിരുന്നു, കോഴ്സും ഇല്ലായിരുന്നു, ഒന്നും ഇല്ലായിരുന്നു. അപ്പം എന്തായാലും ഞാൻ പോയി ഇനി കുളിച്ചിട്ട് വരാം. ഇവിടെ ചില ആൾക്കാർ പച്ച സ്ലിപ്പറൊക്കെ ഇട്ടുകൊണ്ടാണ് ഗൈസ് നടക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. പേടിക്കണ്ട. ഇതൊക്കെ ഇടും കേട്ടോ. ഞാൻ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒപ്പോ എന്റെ മുന്നേ കത്തിയൊക്കെ എടുത്തിട്ട് എന്നെ അറുത്ത് കളയുന്നു. ഇങ്ങനെയൊക്കെയാണ് ഓരോ കൊലപാതകങ്ങളൊക്കെ നടക്കണ കേട്ടോ. എവിടെ പോലുള്ള മെണ്ട് സത്യം. അവിടെ നിക്കണം. ഇങ്ങോട്ട് പോണമായിരിക്കും. ആലപ്പുഴ അമ്മുക്കുട്ടി റമ്പൂത്തത്. മൂന്നാർ ഒരു തമിഴും ചെറുക്കോണ്ട് നോക്കണ. അൻപ് പാസോ പായസമല്ലടി, പാസം. അൻപെന്ന് പറഞ്ഞ സ്നേഹം എന്നൊക്കെ. അയ്യേ, പായസം. ഇപ്പൊ ഒരാൾ ഇതിലെ അങ്ങോട്ട് ഞാൻ കടിക്കാതെ അഴുക്ക ശീലം പഠിച്ചിട്ട് പോയോ. ദോ പോണ്. ആലപ്പുഴ. എടി ആ പുള്ളി വന്നിട്ടേ മീൻ പിടിപ്പിച്ചാൽ എടുത്തു തുടങ്ങാം.
ആ പുള്ളി എൻ്റെ അടുത്ത് വെച്ചേക്കണ പപ്പ ഇല്ലേ. ഓ എൻ്റെ അടുത്ത് വെച്ച് പപ്പ ഇല്ലേ. ഞാനാണെങ്കിൽ ഓടിപ്പോയി അപ്പനെ വിളിച്ചു. എണീറ്റ് വന്നു. ഇവളെല്ലാരും അറക്കു വന്ന് കത്തി എടുത്തോണ്ട് നടക്കണം. ആലപ്പുഴ അമ്മക്കുട്ടി നീ ആ ടേബിളിന്റെ പുറത്ത് വല്ലം പോയി. പണ്ടത്തെ കഥയൊക്കെ പറയും. ഞാൻ പോയപ്പോ കുളിക്കട്ടെ. ടാറ്റാ. അങ്ങനെ ഞാൻ പോയി കുളിച്ച് ഫ്രഷായി. കുറച്ച് ലേറ്റായി പോയിട്ടാ. ഇപ്പം ഇരട്ടി. ഇനി അസൈൻമെൻ്റ് എഴുതണം. പിന്നെ മൂന്നാർ പോയ വ്ലോഗ് എഡിറ്റ് ചെയ്യണം. ഫുഡ് കഴിക്കണം. പറ്റുമെങ്കിൽ നേരത്തെ ഉറങ്ങണം. എന്നിട്ട് രാവിലെ എണീറ്റിരുന്നാൽ കൂടെ അസൈൻമെൻ്റ് എഴുതണം. കാരണം 2 ദിവസത്തെ ലാഗ് വന്നുകൊണ്ട് അത് ഫില്ല് ചെയ്യണം. ഞാൻ ഇപ്പോൾ പോയി എൻ്റെ അസൈൻമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ട് വരാം. ടാറ്റാ. അങ്ങനെ ഞാൻ പറ്റുന്നത്ര അസൈൻമെൻറ്റ് എഴുതി. പക്ഷേ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. നടു നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ബാക്കി നാളെ എഴുതാമെന്ന്. അങ്ങനെ ഞാൻ അസൈൻമെൻറ്റ് എഴുതുന്നത് നിർത്തി. ഇനി എനിക്ക് ചെയ്യാനുള്ളത് മൂന്നാർ പോയ വീഡിയോ എഡിറ്റ് ചെയ്യണം. ലോങ് വീഡിയോ. അപ്പം ഞാൻ പോയി അതിലൊന്ന് എഡിറ്റ് ചെയ്യട്ടെ ഏട്ടാ. അമ്മ ഇതുവരെ വന്നില്ല. ഞാനത് ആലോചിച്ചു. അയ്യോ സമയം ഒത്തിരിയായി. വിളിച്ചു നോക്കട്ടെ. അമ്മയെ വിളിച്ചു നോക്കട്ടെ. മലയാളത്തിൽ ഞാൻ ചോദിച്ചു കുട വേണമെന്ന്. അന്നേരം എന്നോട് പറഞ്ഞു നടന്നു വരാമെന്ന്. പക്ഷെ നനഞ്ഞോണ്ട് വരാമെന്ന്. എന്നിട്ട് ഇവിടെ വന്ന് ഡയലോഗ് അടിക്കണം. മഴ ഉറച്ചപ്പോൾ കുടയും കൊണ്ട് ഇല്ലാത്ത എന്തൊന്നും പറഞ്ഞു. പെണ്ണുമ്പിള്ള ഞാൻ എന്തോ ചെയ്യാനാണ്. എന്നിട്ട് കുറച്ചല്ലേ നനഞ്ഞുള്ളൂ. അധികം ഒന്നും നനഞ്ഞില്ലല്ലോ. ഞാൻ ടെറസീന്ന് അതല്ലേ കോമഡി. മഴ ഒരു 4-5 തുള്ളി മഴ പെയ്തിട്ട് പിന്നെ മഴ പെയ്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചാ ഇനി പെയ്യത്തില്ലായിരിക്കുന്നത്. അപ്പൊ ഞാൻ റിലാക്സ്ഡ് ആയി വീണ്ടും ഈ കസേരയിൽ ഇങ്ങനെ ഇരിക്കുവായിരുന്നേ. അന്നേരത്തേക്ക് വിശക്കുന്ന്. ഓ ദോശയുടെ കറി എന്തുവാ? രാവിലെ തൊട്ട് ഇതെവിടെ ഇരിക്കും. ആരും വെച്ചിട്ടില്ല. എനിക്ക് എങ്ങനെ അറിയാം ഇത് ചമ്മന്തി കറിയാന്ന്? ഞാൻ വിചാരിച്ചു ഇത് വെള്ളരിക്ക കറിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കുന്നത്. ഇത് കണ്ടാ പിന്നെ തൈര് ഒഴിച്ച കറി പോലെ ഇരുന്നു. അതുകൊണ്ട് ഞാൻ തൊട്ടത് കൂടിയില്ല അതിന്. ചമ്മന്തി കറിയാന്ന് എഴുതി വെക്ക്. പിന്നെ എനിക്ക് വേണ്ട. ഞാൻ അവിടെ തുടങ്ങാൻ പോണം. വേണ്ട കുഴപ്പമില്ല. രാവിലെ കഴിക്കാൻ. മുട്ട ഞാൻ രാവിലെ 2 ഉണ്ടാക്കി തിന്നു. എപ്പോഴെപ്പോഴും മുട്ട തിന്നിട്ട് ദോശന്റെ കൂടെ കറി ഇല്ലല്ലോ അമ്മ. പാലുണ്ടോ വാഞ്ചയില്? എന്നാ ഓട്സ് കാച്ചാ ഞാൻ.
ഞാൻ പോയി ഓട്സ് ഉണ്ടാക്കി കുടിക്കട്ടെ. അമ്മേ അങ്ങനെ നമ്മുടെ ഓട്സ് ഇതാ ഇവിടെ ഗ്യാസ് ഇല്ല, വല്ല അടുപ്പിലും കൊണ്ട് ഇറാനി യുദ്ധമായിട്ട് ഗ്യാസ് കിട്ടത്തില്ല. ഗ്യാസ് ഒന്നും ഇനി കിട്ടത്തില്ല, ഇനി ഇത് തീർന്നു കഴിഞ്ഞാ ഉള്ള കാര്യം പറഞ്ഞു. ഓ അങ്ങനെ, ഓ ശരി ശരി. അരക്കവർ എടുക്കണേ പാല്. ആ കഴുകി. തുണി നാളെ വേണ്ടി. അവിടെ ഒരു തുണി ഇരിക്കുന്നു, ഇവിടെ ഒരു തുണി ഇരിക്കുന്നു. ഇവിടെ ഒന്ന് വിരിച്ചിട്ടേക്കണ്. അതിന്റെ പുറത്തോണ്ട് ഒരു തുണി വെച്ചേക്കണ്. പിന്നെ അടുത്ത് കഴുകൂല. നിർത്തിയത് ഇല്ലല്ല, നിർത്തിയില്ല. അതിനകത്ത് വേഗട്ടമ്മ എന്തുവാ. അപ്പൊ അമ്മയ്ക്ക് ഓട്സ് വേണ്ടേ? അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ കൂടുതൽ എടുത്തത്. മര്യാദക്ക് കുടിച്ചോണം. പിന്നെ ദോശക്കല്ല് എന്തിനെടുത്തോണ്ട് ദോശ എന്തിനാ പോണ? ഓട്സും ദോശ എന്തിനാ പോണ? ഇതൊക്കെ എങ്ങോട്ട് പോകുന്നത്? ആ ഈയിടെ ആരോ കമന്റ് ഇട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാം, അമ്മ പാവന്ന്. ഇതൊക്കെ എന്നെക്കാളും ഭയങ്കര സ്റ്റാമിന ഇങ്ങനെ ഇരിക്കുന്നത് നോക്കണ്ട. ഞാനും ഇത് കണക്കൊക്കെ തന്നെ ഇരുന്നു. എനിക്ക് ഈയിടെ PCOD വന്നിട്ടാ എനിക്ക് വണ്ണം വെച്ച്. അല്ലാണ്ട് ഞാൻ അമ്മയ്ക്ക് കൊടുക്കാതെ ഞാൻ തിന്നിട്ടല്ല ഞാൻ വണ്ണം വയ്ക്കുന്നത്. എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. ഞാൻ ആ കമന്റ് കണ്ടിട്ട് എനിക്ക് അതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. എന്നെ മൃദുൽ ചേട്ടായി വിളിച്ചേക്കുന്നു, മിസ്റ്റോള്. ഞാൻ തിരിച്ചു വിളിക്കട്ടെ. ഏത് അമ്മ? അത് അമ്മ കയ്യിലെ കൊണ്ടുവന്നേ. ഞാൻ അവനെ തിരിച്ചു വിളിക്കട്ടെ. എന്തിനാ വിളിച്ചത്? ആ അടുപ്പിലിരിക്കുന്ന അവിടെ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പറ്റിപ്പീര് മഴയായിരുന്നു, ഇച്ചിരി പെയ്തിട്ടേ പോയി. ഇനി പറഞ്ഞിരുമ്പോ എങ്ങാനും പെയ്യുമോ എന്തോ എനിക്കറിയത്തില്ല. സൈക്കോ ആണ്. മുടി കഴിച്ചിട്ടോണ്ട് നടക്കുകയാണ്. ഇപ്പൊ ഞാൻ വല്ലോ സന്ധ്യക്ക് ഇത്തിരി മുടി കഴിച്ചിട്ടോണ്ട് നടന്നാ ഇനി പറയാനൊന്നും കാണത്തില്ല. ഓ പിന്നെ ഇപ്പൊ വെളിയിലല്ലേ ഇറങ്ങിയത്. ഞാൻ ഇവരെ പിടിച്ചാ കെട്ടി വെച്ചേക്കുന്നു. ഇത്ര ഞാൻ അമ്മ വരുന്നവരെ ഞാൻ അഴിച്ചിട്ടുണ്ട്. അതെ ഈ അതാ ഞാൻ പറയും, ഈ പെണ്ണുമ്പിളുടെ മുമ്പിൽ മാത്രമേ ഞാൻ തോൽക്കത്തു. അയ്യേ അത്രയ്ക്ക് പേടിയൊന്നുമില്ല എനിക്ക് നിങ്ങളെ. പേടല്ല, ഇറ്റ്സ് കൈൻഡ് ഓഫ് റെസ്പെക്ട്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. ഓ പിന്നെ എനിക്ക് ആരെയും പേടിയില്ല. പറയേണ്ട കാര്യമില്ല. അതെ, എനിക്ക് ആരെയും പേടിയില്ല. നിങ്ങളോടല്ല, ഞാൻ എന്റെ സബ്സ്ക്രൈബേഴ്സിനോടാ പറഞ്ഞു. പിന്നെ നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും. തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമാണ്. സർപ്രൈസ് അല്ല, സബ്സ്ക്രൈബേഴ്സ്. അതൊക്കെ ടെക്നോളജിയാണ്, ടെക്നോളജിയാ. അത് വീഴുന്നില്ലല്ലോ, വീഴുന്നത് കഴിഞ്ഞിട്ട് പറയും. മൂക്കിനകത്ത് ഈ ചേർ പോയോ? ഞാനാണെങ്കിൽ എന്ത് വെച്ചാലും ഓട്സിന് കുരുവെള്ള സ്പൂണാണ് എടുക്കുക, അല്ലാതെ ഇങ്ങനെ നീണ്ടു നിവർന്നിരിക്കണം. ഇപ്പൊ ഇതെടുത്തെന്ന് പറഞ്ഞ എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ലല്ലോ, അത് ദോഷമായി എടുക്കുന്നല്ലേ. ഇപ്പൊ ആ തവി എടുത്തതിന് ഒന്നും സംഭവിച്ചില്ല. ഇനി കലക്കുന്ന ഇവിടെ ഒഴിച്ചിടട്ടെ, ഇറക്കത്തെ കുഞ്ഞി പാലാച്ചടോ. പണ്ട് ഞാൻ അതാരമ്മാ കഥ പറയണത്? ഇതേപോലെ ആരോ മരിച്ചു നിന്നപ്പോഴത്തേക്ക് ഇറക്കത്തെ കുഞ്ഞി പാല് വെച്ച് കുടിച്ചോണ്ടിരിക്കണം. വലിയ കാര്യത്തിൽ എന്നോട് പറഞ്ഞു ഓട്സ് ഉണ്ടാക്കാം. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ ദോശയുടെ മാവ് എടുത്തോണ്ടിരുന്നു. ദോശ ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞു ഓട്സ് കുടിച്ചാൽ മതി. അങ്ങനെ പിന്നെ ദോശയുടെ മാവ് കൊണ്ടുവയ്ക്കാൻ പോയതാ. എന്താ? അയ്യോ, എന്റെ വ്ളോഗിരുന്ന് കാണും. ഞാൻ സീക്രട്ടായിട്ട് പറയുവാണ്. രാത്രിയെ ഞാനമ്മ ഒരുമിച്ചൊക്കെ ആയിരിക്കും ഉറങ്ങാൻ കിടക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് ഹെഡ്ഫോൺ ഞാൻ വെച്ചേക്കും. അപ്പോൾ ഇടയ്ക്ക് എങ്ങാനും ഞാൻ റീൽസ് എന്തെങ്കിലും സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ വോയിസ് കേട്ടുകൊണ്ടിരിക്കും. ഞാൻ നോക്കുമ്പോൾ എൻ്റെ വ്ളോഗ് കണ്ടുകൊണ്ട് കിടക്കണമായിരിക്കും. ഞാൻ വിചാരിക്കോ ഒരു ഫാൻ ഗേൾ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അമ്മ എൻ്റെ ഫാനാണോ അമ്മ? വല്ല ചീത്തയും വിളിച്ച് പറയായിരുന്ന കൊള്ളാം.
ഇരുട്ടത്ത് അവിടെ ഒന്നും പോയി കിടന്ന് വല്ലതും വെച്ച് കടിച്ചു തരേ ഉള്ളൂ. എന്തോ കാണിക്കണതാന്തോ. ഞാൻ പോയി എന്നാ ഓഴ്സ് കുടിക്കട്ടെ, വിശക്കുന്നു, പസിക്കുന്നതാണേ. അയ്യോ എൻ്റെ കൈ വേദനിക്കുന്നു ഇങ്ങനെ പിടിച്ച്, ഇവിടെ ഭയങ്കര വേദന. എന്നാ പോയി ഞാൻ ഒന്ന് ഓടിച്ച് കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങട്ടെ, അതാ നല്ലത്. ശരി എന്നാ, ടാറ്റാ. അതിന് ഈ ചട്ടി എടുക്കുന്നത് അത് വയ്ക്കവിടെ, അതിനെടുത്ത് കൈയെ പിടിച്ചോണ്ട്. അപ്പൊ ചട്ടവും പിടിക്കുന്നതിന് കുഴപ്പമില്ലേ? എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ, നോക്കട്ടെ. എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ, എവിടെ നോക്കട്ടെ. കള്ളത്തരമാണ് പറയാൻ, കള്ളത്തരം. അമ്മയ്ക്ക് ഞാൻ കൊടുത്ത ഓട്സ്, ഞാൻ ഉണ്ടാക്കി കൊടുത്ത ഓട്സ്. അപ്പൊ നമ്മളെ താണ്ട എന്റെ സ്വഭാവം മാറ്റിക്കരുത്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നിക്കണ നോക്കിയാണ്. അപ്പൊ അത് മതി, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് അടിക്കണത്. അഴുക്ക് സ്വഭാവമാണ്, അഴുക്ക് സ്വഭാവം. ഇതെന്തോ കാണിക്കണത്? എന്റെ പൊന്നമ്മ, ഞാൻ കാര്യമായിട്ടാണ് പറയണേ. ഈ ഗ്യാസ് തീർന്ന പിന്നെ ഗ്യാസ് കിട്ടത്തില്ല കേട്ടോ. ഈ ഒരു കുറ്റി മാത്രമേ ഉള്ളൂ. നിങ്ങൾ കഴിക്കും, പിന്നെ ഞാൻ പട്ടിണി കിടക്കാം ഇനി ഗ്യാസ് തീരുമെന്നും പറഞ്ഞു. അടുപ്പിൽ കത്തിച്ച് പഠിക്കണം. അത് തന്നെ, ഇവിടെ ഗ്യാസ് എടുക്കും മുന്നേ എങ്ങനെ കത്തിച്ചോണ്ടിരുന്നത് അതുപോലെ അങ്ങ് കത്തിക്കണം. അത് തന്നെ, അങ്ങനെ അങ്ങ് ചെയ്യണം. ഇഷ്ടം പോലെ വിറകുണ്ട്. എന്നാ നാളെ തൊട്ട് ഇവിടെ അടുപ്പ് കൂട്ടി കത്തിക്ക്. ഗ്യാസ് എങ്ങാനും തൊടുന്ന് കാണണം. എന്റെ സ്വഭാവം മാറും കേട്ടോ. പഴം ഇറക്കിയിട്ട് സംസാരിക്കും, പഴം തൊണ്ടയിലെങ്ങാനും കുടുങ്ങാതെ. പഴം, ദോശ, ഓട്സ്, എന്നിട്ട് കമന്റ് ഇട്ടേക്കുന്ന അമ്മയ്ക്ക് വല്ല മേടിച്ചു കൊടുക്കാനെന്ന്. ഞാൻ ഇതേ കൂടുതൽ ഞാൻ എന്തോ കൊടുക്കാന്, എന്റെ ഫുഡും കൂടെ അവരെ കഴിക്കുന്നത്. അയ്യോ, ആ കമന്റ് ഇട്ട ചേച്ചി എന്തായാലും കൊള്ളാം കേട്ടോ. ചേച്ചി എന്ത് ഉദ്ദേശത്തിലാണ് കമന്റ് ഇട്ടതെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ അമ്മയ്ക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാനെന്ന്. സത്യം, അമ്മയുടെ ബോൺ നല്ല വെയിറ്റാ, നല്ല ബോൺ വെയിറ്റ് ഉള്ള ബോഡിയാ. എൻ്റെതും അങ്ങനെ തന്നെ. ഞാൻ മുന്നൊക്കെ മെലിഞ്ഞിരിക്കുന്നാലും എന്നെ ഒരാൾ എടുത്ത് നോക്കിയിട്ട് പറയും അയ്യോ വെയിറ്റ് ഉണ്ടെന്ന്. എനിക്ക് അമ്മയ്ക്കൊക്കെ ബോൺ വെയിറ്റ് ആണ് കൂടുതൽ, ബോൺ സ്ട്രെങ്ത്. പിന്നെ എനിക്ക് ഈയിടെ PCOD വന്നതിന് ശേഷമായി ഞാനിങ്ങനെ ചളക്കാൻ പുളിക്കാനായി പോയി. കണ്ടു ഡബിൾ ചിന്നയ്ക്ക്. ഒരു ദിവസം ഞാൻ ജോയൊക്കെ സെറ്റാക്കി വരും, എൻ്റെ കംബാക്ക്. മാർച്ച് 1 തൊട്ട് ജിമ്മിൽ പോകണമെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഏപ്രിൽ 1 ആവട്ടെ. ഏപ്രിൽ 1 ആകുമ്പോൾ നമ്മൾ മെയ് 1 ആകണമെന്ന് ആഗ്രഹിക്കണം. അപ്പോഴത്തേക്ക് 2027 വരെ അങ്ങനെ പോകും. എനിക്ക് ദോശ വേണ്ട. മീൻകറി ഉണ്ടെങ്കിൽ അങ്ങ് മുക്കി തിന്നണം. ഞാൻ എന്നേലും മീൻകറിയും ദോശയും തിന്നുന്ന കണ്ടിട്ടുണ്ടോ? നാളെ ആശുപത്രി പോകുന്നുണ്ടോ? രോഗി ഞാനാണെങ്കിൽ കൂടെ ബൈസ്റ്റാൻഡർ വരണമല്ലോ. നാളെ പോകുന്നെങ്കിൽ പോവാം. അമ്മ നാളെ ലീവാണോ? അപ്പൊ എന്തോന്നിത്? എനിക്ക് വയ്യ ഈ പെണ്ണുമ്പിള്ളേനെ കൊണ്ട്. അയ്യോ എൻ്റെ കർത്താവേ. ഞാൻ ഈ ഓട്സ് കുറേ നേരമായിട്ട് ഈ പാത്രത്തിൽ, അക്ഷയ പാത്രത്തിൽ എടുത്തുകൊണ്ട് വെച്ചിട്ട് ഇരിക്കുക തണുക്കാൻ വേണ്ടിയിട്ട്. ഞാനൊന്ന് കുടിക്കട്ടെ, വിശക്കുന്നു. അപ്പോൾ എന്തായാലും ഓട്സ് പിടിച്ച് എൻ്റെ വയറൊക്കെ നിറഞ്ഞു. ഇനി എനിക്ക് മൊത്തമായി, ഇനി ഉറങ്ങണം. ഞാൻ നിങ്ങളെല്ലാം എടുക്കുന്നത്, ഇത് ഫ്രണ്ട് ക്യാമറയാ എന്തുവാ? എന്നാണ് അമ്മേരെ ചങ്ക് വന്നിരിപ്പുണ്ട്, ഇവിടെ കാണിച്ചു തരാം.
എന്തുവാ മഴ അത് ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് മഴ മഴയാ. എനിക്കിനി ഒതുക്കാനൊന്നുമില്ല, ഞാൻ കുളിച്ചിട്ടാ നിക്കുന്നത്. എനിക്കിനി കിടന്നാ മതി. ഒന്ന് വാഷ്റൂമിൽ പോകണം, കിടക്കാം. ഞാൻ എന്നാ പോട്ടെ. എവിടെ അകത്തേറ? ഇവിടെ അകത്തേറ. അതെന്നാ നീ അങ്ങനെ ഒരു ഓർത്താനും? ഓ മഴ നനയാതിരിക്കാനോ? ഞാനതല്ലേ ഓർത്ത്. അപ്പൊ എന്തായാലും വീഡിയോ ഞാൻ നിർത്താൻ പോവുകയാണ്. കാരണം ഇനി ഒന്നും ഉണ്ടാവത്തില്ല. ഇനി ഞാനും അമ്മ ഇത് കണക്ക് എന്തെങ്കിലുമൊക്കെ ഏടാകൂടങ്ങളൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞാൻ എന്തെങ്കിലും വള്ളി ഇന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യണം. ആ വള്ളി എന്താണ് എടുത്ത ആ വള്ളി എന്താണെന്ന് പറയണം. പിന്നെ വേറെ ഒന്നുമില്ല, പിന്നെ കിടന്ന് ഉറങ്ങണം. അപ്പൊ എനിവേസ് അത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാല്ല. ഓക്കെ ബൈ. അത് ഞാൻ വീഡിയോ ഓഫ് ചെയ്തതിനു ശേഷം ഗുഡ് നൈറ്റ് എന്ന് ഒന്നുകൂടെ പറയൂ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എല്ലാവർക്കും എന്റെ ഗുഡ് നൈറ്റ് എന്ന്. ശരി, എന്റെയും ഗുഡ് നൈറ്റ്. ടാറ്റാ.